എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അവസരം ലഭിക്കുമെന്നാണ് കരുതുന്നത്. സാധാരണ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ ജൂലൈ 5 വരെ വീണ്ടും പുതിയ ആപ്ലിക്കേഷൻ നൽകുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ കേരള യൂണിവേഴ്സിറ്റിയും ചിലപ്പോൾ ആ രീതിയിൽ അവസരം നൽകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ച കാര്യമാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഏത് സമയത്താണ് വരിക, അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ എങ്ങനെ എടുക്കണം, അതുപോലെ തന്നെ എന്താണ് അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ എന്താണ് അബാർ ID എന്നിവ വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 5 മണിയോടെ നിങ്ങൾക്ക് ഈ റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുക. ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇൻവാലിഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. കാരണം ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്ന ശേഷം ലോഗിൻ ചെയ്യാനായിട്ട് നോക്കുക. പല വിദ്യാർത്ഥികളും ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് അങ്ങനെയൊക്കെ കാണിച്ചു, അതായത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ, അതുപോലെ ഇൻവാലിഡ് ആപ്ലിക്കേഷൻ നമ്പറൊക്കെ എന്ന് കാണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത് റിസൾട്ട് വന്ന ശേഷം മാത്രം ലോഗിൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചപ്പോൾ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു അഡ്മിഷൻ ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒന്നാണ് അലോട്ട്മെൻറ്റ് മെമോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോ എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത്, ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത്, എത്രാമത്തെ ഓപ്ഷനാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഒരു കോഴ്സും കോളേജുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഡീറ്റെയിൽസും, അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു PDF ആണ് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതിന്, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചു, അഡ്മിഷനല്ല അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോയും എടുത്ത് കോളേജിൽ പോയി കഴിഞ്ഞാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കോളേജിൽ നൽകുകയുള്ളൂ. അപ്പോൾ അതിന് കാരണം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അലോട്ട്മെൻറ്റ് മെമോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ തന്നെ അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോ. അപ്പോൾ അതിൽ അഡ്മിഷൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ എടുക്കണം എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ, സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ഡോക്യുമെൻറ്റും അതുപോലെ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആയതും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ആ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയൊരു കോളേജിലേക്ക് മാറ്റം ലഭിച്ചു, ഓൾറെഡി ഫസ്റ്റിൽ കിട്ടി, സെക്കൻഡിൽ പുതിയൊരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് 19-ാം തീയതി മുതൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാം, അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനും നേടാൻ സാധിക്കുന്നതായിരിക്കും. നിലവിൽ പെർമനൻറ്റ് അഡ്മിഷനാണോ ടെമ്പററി അഡ്മിഷനാണോ നേടാൻ സാധിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമാണ് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഈ ഒരു ചില കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ചില കോളേജിൽ ഒന്നാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരിക. ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ടെമ്പററി അഡ്മിഷനായിട്ട് ചില യൂണിവേഴ്സിറ്റികൾ കോളേജിൽ നേരിട്ട് പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾ നേരിട്ട് പോകാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതി എന്നുള്ള ആ ഒരു കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമാണ് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു കാര്യമാണ് അബാർ ID എന്താണ് എന്നുള്ളത്. അബാർ ID എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങളുടെ അക്കാദമിക് ഡീറ്റെയിൽസിൻ്റെ, അതായത് ക്രെഡിറ്റ് സ്കോറൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു അക്കാദമിക് ബാങ്കാണ് ഈ ഒരു അതായത് ഈ ഒരു അബാർ ID കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ്, അതായത് abc.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഡിജി ലോക്കർ വഴി നിങ്ങൾക്ക് ഈ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അബാർ ID ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഈ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട്, അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ അബാർ ID ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ
ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാം എന്ന് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഇവിടെ നൽകിയിട്ടുണ്ട്. വാച്ച് വീഡിയോ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ചിൽ അബാർ ID എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അബാർ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ നമ്പറും അതുപോലെ മൊബൈൽ നമ്പറും ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അബാർ ID ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് വീഡിയോ ഇതിൽ നൽകിയിട്ടുണ്ട്. വാച്ച് വീഡിയോ ട്യൂട്ടോറിയൽ എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു അബാർ ID കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അക്കാദമിക വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു അക്കാദമിക് ബാങ്കാണ് ഈ ഒരു അബാർ ID എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അക്കാദമിക് ബാങ്കാണ്, ക്രെഡിറ്റ് സ്കോർ ചെയ്യുന്ന ഒരു അക്കാദമിക് ബാങ്കാണ് ഈ ഒരു അബാർ ID, abc.gov.in എന്ന വെബ്സൈറ്റ്. ഇത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടി നിങ്ങൾക്കിപ്പോൾ മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾ മാറുകയോ അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആദ്യം പഠിച്ചതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് സ്കോറുകൾ മറ്റൊരു യൂണിവേഴ്സിറ്റിക്ക് ഈസി ആയിട്ട് കൈമാറാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ക്രെഡിറ്റ് സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് 7 വർഷം വരെ വേണമെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നതിനുള്ള ഒരു അവസരം കിട്ടും. ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അതിൻ്റെ ബാക്കി മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനൊക്കെ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു അബാർ ID കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അബാർ ID ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇത് അഡ്മിഷൻ ടൈമിൽ ഈ ഒരു അബാർ ID നിർബന്ധമാണ് എന്നാണ് സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന ശേഷം കൂടുതൽ ഡീറ്റെയിൽസുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.